ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമെന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം ശിഷ്യരോട്. ലൂക്കാ 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്ത് ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാണ് പറയുന്നത്? ഉത്തരം ദുഷ്പ്രേരണകൾ. ആർക്ക് ദുഷ്പ്രേരണകൾ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്? ഉത്തരം ഈ ചെറിയവരിൽ ഒരുവന്. ആരുമൂലം ദുഷ്പ്രേരണകൾ ഉണ്ടാകുന്നുവോ അവന് എന്ത് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം ദുരിതം. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്ത് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നത്. സഹോദരൻ തെറ്റു ചെയ്താൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഉപദേശം ആരോട് പറഞ്ഞു? ഉത്തരം യേശു ശിഷ്യരോട്. സഹോദരൻ തെറ്റു ചെയ്താൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഉപദേശം യേശു പറഞ്ഞത് ആരോട്? ഉത്തരം ശിഷ്യരോട്. സഹോദരൻ തെറ്റു ചെയ്താൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഉപദേശത്തിന് യേശു നൽകുന്ന ആഹ്വാനം എന്ത്? ഉത്തരം നിങ്ങൾ ശ്രദ്ധയുള്ളവർ ആയിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീ എന്ത് ചെയ്യണം? ഉത്തരം അവനെ ശാസിക്കുക, പശ്ചാത്താപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും എത്ര പ്രാവശ്യം തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്താപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം എന്നാണ് ലൂക്കാ 17:4 പറയുന്നത്. ഉത്തരം 7 പ്രാവശ്യം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞത് ആര്? ഉത്തരം അപ്പസ്തോലന്മാർ. നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെങ്കിൽ സിക്കിമിൻ വൃക്ഷത്തോട് ചുവടെ ഇളകി കടലിൽ ചെന്ന് വേരുറക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. ഉത്തരം ഒരു കടുകുമണിയോളം. എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ എന്നെ എങ്ങനെ പരിചരിക്കണമെന്നാണ് ലൂക്കാ 17:8 പറയുന്നത്. ഉത്തരം അരമുറുക്കി. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ആരോട് നിങ്ങൾ നന്ദി പറയുമോ എന്നാണ് ലൂക്കാ 17:9 ചോദിക്കുന്നത്. ഉത്തരം ദാസനോട്. കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ എന്ത് നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ എന്നാണ് ലൂക്കാ 17:9 പറയുന്നത്. ഉത്തരം കടമ. നിങ്ങളും കൽപ്പിക്കപ്പെട്ട എല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. ആരോട് പറഞ്ഞു? ഉത്തരം കർത്താവ് അപ്പസ്തോലന്മാരോട്. എവിടേക്കുള്ള യാത്രയിലാണ് യേശു സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോയത്? ഉത്തരം ജെറുസലേമിലേക്കുള്ള യാത്രയിൽ. യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന ആരാണ് അവനെ കണ്ടത്? ഉത്തരം 10 കുഷ്ഠരോഗികൾ. 10 കുഷ്ഠരോഗികൾ യേശുവിനെ വിളിച്ചത് എങ്ങനെ? ഉത്തരം യേശുവേ ഗുരു. യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചത് ആര്? ഉത്തരം 10 കുഷ്ഠരോഗികൾ. പോയി നിങ്ങളെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുവിൻ എന്ന് യേശു പറഞ്ഞത് ആരോട്? ഉത്തരം 10 കുഷ്ഠരോഗികളോട്. കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചത് എപ്പോൾ? ഉത്തരം പുരോഹിതനെ കാണാൻ പോകും വഴി. താൻ രോഗവിമുക്തനായി എന്ന് കണ്ട ഒരു കുഷ്ഠരോഗി എന്ത് ചെയ്തുകൊണ്ടാണ് തിരിച്ചു വന്നത്? ഉത്തരം ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. സൗഖ്യപ്പെട്ട എത്ര പേരാണ് യേശുവിന് നന്ദി പറയുവാനായി തിരിച്ചു വന്നത്? ഉത്തരം ഒരുവൻ. താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് തിരിച്ചു വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞ കുഷ്ഠരോഗി ആരായിരുന്നു? ഉത്തരം ഒരു സമരിയാക്കാരൻ. കുഷ്ഠരോഗം സുഖപ്പെട്ട് തിരിച്ചു വന്ന സമരിയാക്കാരനോട് യേശു ചോദിച്ചത് എന്ത്? ഉത്തരം 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? യേശു സുഖം പ്രാപിച്ച കുഷ്ഠരോഗിയോട് എന്താണ് പറഞ്ഞത്? ഉത്തരം എഴുന്നേറ്റു പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു.
ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഉത്തരം ഫരിസേയൻ. ദൈവരാജ്യം വരുന്നത് എങ്ങനെയെല്ലാം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെ അല്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഫരിസേയരോട്. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ എന്ത് ചെയ്യരുത് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. എന്തിനെക്കുറിച്ച്? ഉത്തരം മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്നിനെക്കുറിച്ച്. ആകാശത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ തന്റെ ദിവസത്തിൽ ആയിരിക്കുന്നത് ആര്? ഉത്തരം മനുഷ്യപുത്രൻ. ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും ഉണ്ടാകും? ഉത്തരം നോഹയുടെ. ലൂക്ക 17:27 പെട്ടകത്തിൽ പ്രവേശിച്ചത് ആര്? ഉത്തരം നോഹ. സകലതും നശിപ്പിച്ചത് എന്ത്? ഉത്തരം ജലപ്രളയം. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഉത്തരം തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും. ലോത്തിന്റെ നാളുകളിലെ ജനങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഉത്തരം അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നത് ആര്? ഉത്തരം ലോത്തിന്റെ നാളുകളിലെ ജനങ്ങൾ. ലോത്തിന്റെ നാളുകളിലെ തീയും ഗന്ധകവും പെയ്തു നശിപ്പിക്കപ്പെട്ട പട്ടണം ഏത്? ഉത്തരം സോദോം. സോദോമിൽ നിന്ന് ഓടിപ്പോയത് ആര്? ഉത്തരം ലോത്ത്. ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് പെയ്തത് അവരെയെല്ലാം നശിപ്പിച്ചത് എന്തെല്ലാം? ഉത്തരം തീയും ഗന്ധകവും. ഏതു ദിവസമാണ് പുരമുകളിൽ ആയിരിക്കുന്നവൻ വീടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങി പോകരുത് എന്ന് പറയുന്നത്? ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം ആരാണ് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് പറയുന്നത്? ഉത്തരം വയലിലായിരിക്കുന്നവൻ. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് വിവരിച്ചിട്ടുള്ള പഴയ നിയമ ഭാഗം ഏത്? ഉത്തരം ഉൽപ്പത്തി 19:26. തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ആര്? ഉത്തരം അത് നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. തന്റെ ജീവൻ നിലനിർത്തുന്നത് ആര്? ഉത്തരം അത് നഷ്ടപ്പെടുത്തുന്നവൻ. അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും എന്ന്. ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും എന്ന്. ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം. ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും, ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു ശിഷ്യരോട്.